ഷോയ്ക്ക് സ്വാഗതം. പേടിക്കാതെ അവരുടെ ഭാഷയിൽ നമസ്കാരം പറഞ്ഞതല്ലേ. നമസ്കാരം കണ്ടില്ലേ. നമ്മൾ ബംഗാളി സിനിമ എന്ന് പറഞ്ഞ് സൂപ്പർ സ്റ്റാർ ജീത്തിനൊക്കെ എന്തോരം പറഞ്ഞു. പക്ഷേ ഈ സൂപ്പർ സ്റ്റാറൊക്കെ മെഗാസ്റ്റാറിന് മുന്നിൽ എന്തോന്ന്. അയ്യോ, മമ്മൂക്കല്ല കേട്ടോ, ഇതൊരു കുന്നംകുളം മെഗാസ്റ്റാർ ഷാക്കിബ് ഖാൻ. ഇങ്ങേര് ബംഗ്ലാദേശിൽ സൂപ്പർ സ്റ്റാറാണ്. കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ നമ്മുടെ സൂര്യണ്ണൻ ചെയ്ത മാസ് എന്ന് പറഞ്ഞ സിനിമ ഇങ്ങനെ ബംഗാളിയിൽ ചെയ്തിരുന്നു. തമിഴിലൊക്കെ അത് വന്ന് ചിന്ന മാസ്, ബംഗാളിയിൽ അത് വന്ന് പെരിയ പുന്നപ്ര മാസ്. അതിപ്പോൾ മനസ്സിലാക്കി തരാനായിട്ട് ഒരു സീൻ കാണിച്ചു തരാം. അപ്പോൾ സാർ, ഇതാണ് സീൻ. ഇനി ഇത് സാറിൻ്റെ രീതിയിലൊന്ന് ചെയ്തേ. $250 പടം അഭിനയിച്ച ഈ മെഗാ അവരാജ് സ്റ്റാറിൻ്റെ ഒരു ആവണക്കണ്ണ പടമാണ് സൂപ്പർ ഹീറോ. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായി ഈ മേജർ സാർ ആരെയും ശല്യം ചെയ്യാതെ ഒരു സ്വിഫ്റ്റ് ഡിസൈറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കുറേ പേര് വന്ന് കയറാൻ വണ്ടിക്ക് വട്ടം വയ്ക്കും. അതിൽ മുന്നിലത്തെ വണ്ടിയിൽ നിന്ന് ഒരു മിനി അധീര പുറത്തിറങ്ങുകയും ചെയ്യും. അവൻ വെടിവെക്കുന്നതിന് മുമ്പേ ക്ലാസ്സിൽ 3 ഓട്ട വീഴും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ നമ്മൾ വിചാരിക്കും ആ തോക്ക് കാണിച്ച് അയാളെ ഇങ്ങനെ പുറത്തിറക്കിയാൽ പോരായിരുന്നു. ബട്ട് അധീര ഹാഡ് അതർ പ്ലാൻസ്. എന്തിനാണ് ബോംബൊക്കെ. അപ്പോൾ എന്തായാലും ഇയാളെ കടത്തിയത് നാഷണൽ മീഡിയയിൽ മുഴുവൻ ഫ്ലാഷ് ആവും. അത് നമ്മുടെ ഇന്ത്യയിലെ മീഡിയ പോലൊന്നുമല്ല, ബംഗ്ലാദേശ് മീഡിയ ഒക്കെ എന്താ സെറ്റപ്പ്. ആ ക്യാമറ ഒക്കെ ഏതാണ്ട് ജിഫ് ആണെന്ന് തോന്നുന്നു, ഒറിജിനൽ ആണെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ ഇങ്ങനെ കടത്തിയല്ലോ. അപ്പോൾ ഇനി റെസ്ക്യൂ മിഷൻ. ആൻഡ് ഈ ബംഗാളി സിനിമയിലെ റെസ്ക്യൂ മിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജോണർ ബൈ ഇറ്റ് സെൽഫ്. പെട്ടെന്ന് ഇവിടുന്ന് ഒരു 19 പേര് ഇങ്ങനെ രക്ഷിക്കാനായിട്ട്, അങ്ങനെ കടത്താൻ വെറും 3 പേരെ വേണ്ടി എന്നുള്ള അപ്പോഴാണ്. പിന്നെ ഈ റെസ്ക്യൂ മിഷൻ എന്ന് പറഞ്ഞ് ഈ കമാൻഡോസ് കാണിക്കുന്ന കുറേ കോമാളിത്തരങ്ങൾ. ആ കൺട്രോൾ റൂമിലിരുന്ന് ഒരുത്തം തൊണ്ട കീറി പറയും ഡു നോട്ട് എൻഗേജ് എന്നിട്ട് അവന്മാർ കാണിക്കുന്നുണ്ട്. അതിലൊരുത്തം തണ്ട് ഇഷ്ടിയൊക്കെ വെടിവെക്കാൻ പോകുന്നു. ഡേ എന്തോന്നേ. എന്നിട്ട് വേറെ 2 ഗ്യാങ്ങിനെയും കൂടെ വിടും. അതിനകത്ത് ഒരു ഗ്യാങ്ങിനകത്ത് ഒരു സ്നൈപ്പറിനെയും കൂട്ടുകാരനെയും കൂടെ വിടും. അതിനകത്ത് ആ കൂട്ടുകാരനെ നിങ്ങൾ കണ്ടു, അവനൊക്കെ ജീവിതം എടുത്തിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റെസ്ക്യൂ എന്തായാലും ഇത്രയും പുരോഗമിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്തത് ഹെലികോപ്റ്റർ തന്നെയാണ്. ബംഗാളി സിനിമയിൽ ഹെലികോപ്റ്റർ ഇല്ലാത്തൊരു റെസ്ക്യൂ മിഷൻ സീനേ ഇല്ല. അപ്പോൾ ഹെലികോപ്റ്റർ ഒരു മിനിറ്റ് ഒന്നുകൂടെ കാണിച്ച്. അപ്പോൾ എന്തായാലും ഈ സാമാനം ആകാശത്തൂടെ പറക്കുന്ന ശബ്ദം കേട്ടിട്ട് അധീര സഹഗുണ്ടയെ വിളിച്ചിട്ട് പറയും പറവയല്ലാതെ ആകാശത്തൂടെ എന്ത് പറഞ്ഞാലും വെടിവെച്ചിട്ടേക്കാം. അല്ല പിന്നെ. അപ്പോൾ എന്തായാലും ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ഇനിയിപ്പം മെഗാസ്റ്റാർ എൻട്രി. മെഗാസ്റ്റാർ വന്നതിന് ശേഷം റെസ്ക്യൂ മിഷൻ ഒന്ന് കൊഴുക്കും. മെഗാസ്റ്റാറിൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് ഒരാൾ ഒന്നിൽ കൂടുതൽ തോക്കുകൾ ഉപയോഗിക്കും. അതിനകത്ത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദണ്ട് ഈ ബംഗാളി ചേട്ടൻ. അതായത് മെഗാസ്റ്റാറിനെ വെടിവെക്കാനായിട്ട് ഒരു AK-47 വന്നിട്ട് തൊട്ടടുത്ത ഷോട്ടിൽ തലയെക്കെട്ടും മാറ്റി ഒരു പിസ്റ്റളുമായിട്ട് വന്നിട്ടുള്ള ഈ ബംഗാളി ചേട്ടൻ ഒരു മികച്ച നടൻ കൂടിയാണ്. കാരണം മെഗാസ്റ്റാർ അങ്ങനെ വെടിവെക്കാനായിട്ട് കാസർഗോഡ് നിന്ന് ചാടിയപ്പോഴേ ഇങ്ങനെ കാര്യവട്ടത്ത് വെടികൊണ്ട് വീഴുന്ന എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞു. ബാക്കി വില്ലൻ്റെ കൂടെയുള്ള ആൾക്കാർ അത്ര മോശമൊന്നുമല്ല. ഇത്രയും വലിയ അറ്റാക്ക് നടക്കുന്നതിനടുത്ത് ഒരുത്തം വെടിവെക്കാൻ വരുന്ന അമ്മേ ദേ ഡാഡി വഞ്ഞു എന്നുള്ള മോഡലാണ്. ഇന്ന് എനിക്ക് അകത്ത് തന്നെ. അങ്ങനെ സയൻറ്റിസ്റ്റിനെ രക്ഷിക്കാനായിട്ട് മെഗാസ്റ്റാർ കയറി ചെല്ലും. പൊതുവെ സെൽഫോൺ റിസപ്ഷൻ പോലുള്ള സ്ഥലത്ത് ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വയ്ക്കുമ്പോൾ ഒരു കല്യാണ റിസപ്ഷൻ നടന്ന ഹോളിൽ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് വയ്ക്കാൻ അധീര കാണിച്ച ആ ഒരു മാസ്. എന്തായാലും മെഗാസ്റ്റാർ അതിനകത്ത് കയറി ചെന്ന് കുറച്ച് അത്തിത്തയൊക്കെ കാണിച്ചിട്ട് പുറത്ത് നിൽക്കുന്ന സ്നൈപ്പറിൻ്റെ സഹായത്തോടെ അധീര അങ്ങ് തട്ടും. എന്നിട്ട് സയൻറ്റിസ്റ്റിനെ പിടിച്ച് പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് സയൻറ്റിസ്റ്റ് അണ്ണനൊരു താങ്ക്സ് അങ്ങ് പറയും. എന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഇതേ തോന്നൽ അവിടെ കൂടെ വന്ന ഒരുത്തനും ഉണ്ടായി. അവൻ നോക്കുന്ന നോട്ടം കണ്ടോ, തല്ല് മുഴുവൻ ചെണ്ടയ്ക്കും കയ്യടി മുഴുവൻ മാറാറുണ്ട്. അല്ലടാ തെണ്ടി എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. പൊതുവെ ഈ ആക്ഷൻ സിനിമകളിലൊക്കെ പാസം ഉണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ വർക്കൗട്ട് ആവും. ആ പാസത്തിനായിട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ കൂൾ ഡാഡി. അങ്ങനെയാണെങ്കിൽ പണ്ട് ഈ ബംഗാളിൽ സത്യജിത് റോയുടെ ഏതോ നാടകത്തിലായിരുന്നു തോന്നുന്നു. കാരണം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ലോഡ് വെളുപ്പം എന്നുള്ള രീതിയിലാണ് അങ്ങേറെ നടപ്പ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പ്രഷർ കൂടി ആൾക്കാർ വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രഷർ കുക്കറിൻ്റെ വിസിൽ കേട്ട ആൾക്കാർ വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പിന്നെ ഇങ്ങേറെ കുറേ കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഗാസ്റ്റാർ അങ്ങേറെ സീനിയറിനെ കാണാൻ പോകുന്നതാണ്. അപ്പോൾ ഡ്യൂട്ടിയിൽ ഇത്രയും ഓണസ്റ്റും സിൻസിയറും ആയിട്ടുള്ള നമ്മുടെ മെഗാസ്റ്റാറിനെ വിദഗ്ധ പരിശീലനത്തിനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് അയക്കുകയാണ്. പക്ഷേ ഇത് കേട്ടോണ്ട് സാധാരണ ആരും സന്തോഷത്തിൽ തുള്ളിച്ചാടും. പക്ഷേ അണ്ണനൊരു ചെറിയ വിഷമമുണ്ട്. അണ്ണൻ്റെ അച്ഛനെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നുള്ളതാണ് അങ്ങേരുടെ ആ ഒരു വിഷമം. അപ്പോൾ സീനിയർ പറയും, മോനെ മെഗാസ്റ്റാറേ, നമ്മൾ ഇത് തന്നെ വട്ടിപ്പലിശക്ക് എടുത്താണ് നടത്തുന്നത്. അപ്പം നിന്റെ ഫാൻറ്റസിയൊക്കെ നീ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. ജി സർ. അങ്ങനെ മെഗാസ്റ്റാർ നേരെ ഓസ്ട്രേലിയയിലേക്ക് എത്തും. അദ്ദേഹം അവിടുത്തെ നഗരവീഥികളിലൂടെ നടന്ന് അവിടുത്തെ ജനത്തിൻ്റെ പൾസ് മനസ്സിലാക്കും. കാറിൽ സഞ്ചരിച്ച് അവിടുത്തെ ജോഗ്രഫിയൊക്കെ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ മെഗാസ്റ്റാറിൻ്റെ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നായികയുടെ എൻട്രി. അപ്പോൾ നായികയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പടത്തിൻ്റെ തുടക്കത്തിൽ കണ്ട ശാസ്ത്രജ്ഞനില്ലേ, ആ സയൻറ്റിസ്റ്റ്, അങ്ങേര് ബംഗ്ലാദേശിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അയാളുടെ പ്രൊട്ടക്ഷൻ നായികയാണ്. പക്ഷേ നായികയ്ക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നായിക പറയും അവർക്ക് താല്പര്യമില്ല, അവർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്ന്. പക്ഷേ മൗസിൽ നിന്ന് കൈയെടുത്ത ശ്വാസം മുട്ടുന്ന ഇവളുടെ ഈ ബോസിന് അത് തീരെ പിടിച്ചില്ല. അയാൾ റൈറ്റ് ഓഫ് ദ ബാറ്റ് പറയും, Otherwise, I will dismiss you. Yes, sir. I'll take care of them. അപ്പോൾ മെഗാസ്റ്റാറിനെ എന്തായാലും മിഷന് വിട്ടതാണല്ലോ, അങ്ങനെ ഡ്യൂട്ടിയിൽ ഓണസ്റ്റുമാണ്. പാവം അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും കള്ളനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കൊള്ളാലോ. അതാ അവിടെ നോക്കണോണ്ടാണ്
ഒന്ന് ഇവിടെ നോക്കിയേ. കാശ് മുടക്കി എവനെ ഓസ്ട്രേലിയയിലോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവൻ തന്തയ്ക്ക് ഓസ്ട്രേലിയ കാണിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ അയാളെയും കൂടെ കൊണ്ടങ്ങ് പോയാൽ പോരായിരുന്നു. ആരെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് ഫോണിങ്ങി പിടിച്ച് മറിച്ച്. എന്തായാലും ഇവനെയാണ് മെഗാസ്റ്റാർ ഓടിച്ച് മെഗാസ്റ്റാറിനെ പറ്റിക്കാൻ നോക്കുന്നോളാം. റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഒരുത്തനെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് ആക്സിഡന്റ്. പക്ഷേ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ ഒരുത്തൻ ഓടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ആക്സിഡന്റ് ആണ്? എന്തായാലും ഓടിച്ചിട്ട് പിടിച്ച കള്ളം ബംഗാളിയാണെന്ന് പറഞ്ഞപ്പോൾ അണ്ണന് ഭയങ്കര സന്തോഷം. ബാঙാലി ചുമ്മാ വായ അടച്ച് നിന്ന് ഒരുത്തനെ അടുത്തോട്ട് വിളിച്ചിട്ട് ചെള്ളക്ക് 2 എണ്ണം കൊടുത്തു. Shut up, rascal. അവ ഒന്നും പറഞ്ഞില്ലടേ. എന്തായാലും നായികയ്ക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. നായിക പറയും മെഗാസ്റ്റാറിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നത്. പക്ഷേ ആ കറക്റ്റ് സമയത്ത് ഒരു കോൾ വരും, നായികയുടെ ബെസ്റ്റ് വിളിച്ചാൽ. അപ്പോൾ നായിക കോൾ വെച്ചിട്ട് പറയും, യു ആർ വെരി ലക്കി, എൻ്റെ ബെസ്റ്റ് വിളിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടില്ലായിരുന്നേ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചേനെ. മെഗാസ്റ്റാറിൻ്റെ അടുത്ത് അവളുടെ കളി. മെഗാസ്റ്റാർ അവളെ പുച്ഛിച്ചിട്ട് വീണ്ടും ഫോൺ എടുത്ത് വീഡിയോ കോൾ. ഏതാണ്ട് അങ്ങാടി വിളിച്ചതിൽ ഷൂട്ട് ചെയ്ത നായിക എൻ്റെ ബെസ്റ്റ് മീറ്റപ്പ് സീനിൽ ബെസ്റ്റ് ഏതാണ്ട് ഒരു ഹോട്ടൽ വെയിറ്ററെ പോലെ കയറി വരുന്ന ഉടനെ തന്നെ Thanks for coming, Shima. അപ്പോൾ നായിക ചോദിക്കും എന്തുണ്ട്. അപ്പം ബെസ്റ്റ് പറയും We have a candle dinner after that long drive. നായിക പറയും രണ്ടും വേണ്ട. അപ്പോൾ ബെസ്റ്റ് പറയും Okay. Bye. Bye. See you. അപ്പോൾ നായിക സയൻറ്റിസ്റ്റിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ അതിനകത്ത് അണ്ണനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ മെഗാസ്റ്റാർ നായികയായിട്ട് അങ്ങോട്ട് ഒട്ടുന്നില്ല. ഈ സങ്കടം ചേച്ചി എന്ന് ബോസിനോട് പറയും. പക്ഷേ അപ്പോൾ ബോസ് പറയും എന്തെങ്കിലും പണ്ടാരം കാണിച്ചിട്ട് അവനെ ഒന്ന് വീഴ്ത്താൻ. അപ്പോൾ നായിക പറയും എന്നാൽ നമുക്ക് അവനെ സെഡ്യൂസ് ചെയ്യാൻ. എന്തൊരു സന്തോഷം. പിന്നെ അങ്ങോട്ട് അറിയാമല്ലോ സെഡ്യൂസിങ്ങിൻ്റെ അടുത്ത പടം എന്ന് പറയുന്നത് ഡ്യുവറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഹെൽ ഓഫ് എ ബ്രെയിൻ റോട്ട്. അണ്ണൻ ഇങ്ങനെ പ്രേമിച്ച് വരുമ്പോഴത്തേക്കും ആരും അണ്ണൻ്റെ വണ്ടിക്ക് എന്ന് വട്ടം വെക്കും. മെഗാസ്റ്റാറിൻ്റെ വണ്ടിക്ക് വട്ടം വെച്ചത്. ഓ മൈ ഗോഡ് ബെസ്റ്റി. എൻ്റെ ബെസ്റ്റി പറിച്ച് രാജ്, നീ എന്തീ കാണിക്കുന്നേ? യവൻ പറയുന്ന ബംഗാളി മെഗാസ്റ്റാറിന് പോലും മനസ്സിലാവുന്നില്ല. ലെവൽ വീണ്ടും ഊക്കി വിടുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞങ്ങ് പോകും. എന്തൊരു തേമ്പിയ ജീവിതം. അതിനുശേഷം പിന്നെ വീണ്ടും റൊമാൻസ്. ചേച്ചിയുടെ ബർത്ത്ഡേക്ക് മെഗാസ്റ്റാറിനെ ഇൻവൈറ്റ് ചെയ്യും. പെട്ടെന്ന് മൂഡ് തന്നെ അങ്ങ് മാറും. ചതിക്കാത്ത എന്തെങ്കിലും ഭാവനയ്ക്ക് പെയിൻ്റ് അടിച്ച പോലെ ചേച്ചി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് തോക്ക് പിടിക്കുന്ന പോലെ ബൊക്കയും പിടിച്ചുകൊണ്ട് അണ്ണം വരും. ആൻഡ് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മിനിറ്റിന് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് മെഗാസ്റ്റാർ വാസ് ലൈക്ക് നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. വീണ്ടും ഒരു പാട്ട്. പക്ഷേ ഇവർ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും സയൻറ്റിസ്റ്റ് പടമായി. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിനെ കൊന്ന എന്തിനാണെന്ന് വെച്ചാൽ ഏതോ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള കോഡുള്ള ലാപ്പുള്ള ഒരു പെട്ടിക്ക് വേണ്ടിയാണ്. എന്തായാലും പടത്തിലെ മെയിൻ വില്ലത്തി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഈ പെണ്ണുമ്പിള്ളയാണ്. ഈ പെണ്ണുമ്പിള്ള നമ്മുടെ അണ്ണനെ കൊല്ലാനായിട്ട് കൊണ്ടുവരുന്ന വില്ലനാണ് ഡ്രാക്കുള കുട്ടപ്പൻ. അപ്പോൾ ഇവൻ്റെ മെയിൻ പരിപാടി കഴുത്ത് കടിച്ച് ആളെ കൊന്നിട്ട് അവരുടെ ചോര കുടിക്കുക എന്നുള്ളതാണ്. ആളൊരു അജിത് ഫാൻ കൂടിയാണെന്ന് തോന്നുന്നു. വേദാളം ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഉണ്ട് പടത്തിൽ. അപ്പോൾ നമ്മുടെ ചോര കൂടിയും ബെസ്റ്റിയും കൂടെ ചേർന്ന് മെഗാസ്റ്റാറിനെ തീർക്കാൻ നോക്കും. ഉണ്ടാവരാത്ത തോക്ക് വെച്ച് മെഗാസ്റ്റാറിനെ എന്ത് തൊലിക്കാൻ അങ്ങനെ എല്ലാത്തിനും അടിച്ച് ധ്വംസം പണിയിട്ട് വീണ്ടും ഒരു സോങ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കും. പക്ഷേ അവസാനമാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കുള്ള വില്ലൻ ആ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അവിടെ വെച്ച് നമുക്ക് വേറൊരു സത്യം കൂടെ മനസ്സിലാവും. അതായത് ഈ സയൻറ്റിസ്റ്റ് മിസൈൽ വിട്ടിരിക്കുന്നത് സ്വന്തം നിറകം തലയ്ക്കാണ്. അവിടുന്ന് മെഗാസ്റ്റാർ നായികയും കൊണ്ട് എസ്കേപ്പ് ആവും. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും സീരിയലാണെന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇറ്റ്സ് എ ഫിലിം എന്ന് വളരെ വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു സിനിമയിൽ തന്നെ ഇത്രയും അപരാധങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ മെഗാസ്റ്റാർ ആരാണെന്ന് അറിയണമെന്നുണ്ടായിരുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒന്ന് നടത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരക്കാരനല്ല. കടുവയ്ക്ക് വരെ തല തടവി കൊടുക്കാൻ ധൈര്യമുള്ളൊരു മനുഷ്യനാണ്. ഐ മീൻ ലിറ്ററലി.